ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട പഫ്സ് ഓവൻ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷനിലും കൂടി ക്ലിക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള മുട്ട പഫ്സ് ഉണ്ടാക്കാം. മുട്ട പഫ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ മാവ് ഇട്ടിട്ടുണ്ട്. ഇതുപോലുള്ള കപ്പിലാണ് അളന്നെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ആയാലും കുഴപ്പമില്ല. ഇനി നെയ്യും ബട്ടറും ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, പച്ചവെള്ളം മതി, വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. മാവ് ഇപ്പം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കണം. മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടി മാവിലോട്ട് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയായാലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി മാത്രം ചേർത്താൽ മതി, വെളുത്തുള്ളി ചേർക്കണ്ട. 2 പച്ചമുളക് ചേർക്കാം. 3 സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് വഴറ്റാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ തക്കാളി മതി, വലിയ തക്കാളി ആണെങ്കിൽ പകുതി എടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഒരു 3 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഞാനിത് ചപ്പാത്തി പലകയിൽ വെച്ച് തന്നെയാണ് പരത്തുന്നത്. കൗണ്ടർ ടോപ്പിലിട്ട് പരത്തി എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ചപ്പാത്തി പലകയിൽ പരത്തുകയാണ്. ഓരോ ചപ്പാത്തിയുടെ അതേ സൈസിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം. പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാം.
ഒരെണ്ണം പരത്തിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. ഞാനെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വെച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കാം. ബ്രഷോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കാം. ഓയിലല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. അതിന് മുകളിലായിട്ട് കുറച്ച് മാവ് ഒന്ന് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഓയിൽ പുരട്ടുമ്പോൾ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അതിന് മുകളിലായിട്ട് അടുത്ത ചപ്പാത്തി പരത്തിയത് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും ഓയിൽ പുരട്ടിയിട്ട് മാവിട്ട് കൊടുക്കണം. ഇതുപോലെ 4 എണ്ണം ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. 4 എണ്ണം വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് പരത്താൻ. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി, ഒരുപാടങ്ങ് പരത്തണ്ട. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കാം. സൈഡ് മുഴുവൻ 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നാലായിട്ട് വീണ്ടും കട്ട് ചെയ്യാം. ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്താം. ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കാം. അതും ഒന്ന് സൈഡൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അത് നേരത്തെ നമ്മൾ മുട്ട പപ്സ് ഉണ്ടാക്കുമ്പോൾ മുട്ട പുഴുങ്ങി വയ്ക്കണം. മുട്ട നേരത്തെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫില്ലിങ് വെച്ചാൽ മതി, 1-2 സ്പൂൺ മാത്രം വെച്ചാൽ മതി. അതിന് മുകളിലായിട്ട് മുറിച്ച് വെച്ച മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു ഭാഗം ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം കോണോട് കോണ് ഇതുപോലെ മടക്കിയെടുത്ത് ഒട്ടിച്ച് വയ്ക്കാം. വെള്ളമൊന്നും തൊട്ടില്ലെങ്കിൽ നന്നായിട്ട് ഒട്ടി വരും. നല്ല ലെയർ ആയിട്ടുള്ള പപ്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ 4 ചപ്പാത്തി അടുക്കി വെച്ചിട്ട് പരത്തി എടുത്തുകൊണ്ട് നല്ല ലെയർ ആയിട്ടുള്ള പപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ മടക്കിയെടുക്കണം. 4 സൈഡിൽ നിന്നും. സൈഡൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ എടുത്ത് വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി വെക്കാം. ഞാനൊരു കുക്കറിലാണ് ആദ്യം ഇത് ഉണ്ടാക്കുന്നത്. കുക്കറിലും ഓവനിലും ഉണ്ടാക്കുന്നുണ്ട്. കുക്കറിൽ ഉണ്ടാക്കുന്നത് കാണിക്കാം. കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. കുക്കർ നന്നായിട്ട് ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പപ്സ് ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിടണം. കുക്കർ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കണം. പപ്സ് വെച്ച ശേഷം ലോ ഫ്ലെയിമിലിടാനായിട്ട് ശ്രദ്ധിക്കണം. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇടാതെ വയ്ക്കാം. 10 മിനിറ്റ് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. ഓവനിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും ബാക്കിയുള്ള പപ്സ് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓവനിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം.
10 മിനിറ്റ് ആയപ്പോൾ കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്നിട്ട് ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ സൈഡിൽ നല്ല കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. 5 മിനിറ്റ് ആയ ശേഷം തുറന്ന് സൈഡൊന്ന് ചരിച്ചൊക്കെ വെച്ച് കൊടുക്കണം. പപ്സിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ചരിച്ചൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ സൈഡും വെന്ത് നല്ല കളർ മാറി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് ഇതുപോലെ കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 20 മിനിറ്റ് മതി, കുക്കറിലായാലും ഓവനിലായാലും. ഇതുപോലെ സൈഡ് ചരിച്ചൊക്കെ വെച്ച് കൊടുക്കണം. കുക്കറിലാവുമ്പോൾ എണ്ണ കുറച്ചേ ഇതിൽ പിടിക്കുകയുള്ളൂ. നല്ല ക്രിസ്പി ലെയർ ഉള്ളതുമായിട്ടുള്ള പപ്സ് റെഡിയാക്കി എടുക്കാം. ഓരോ പ്രാവശ്യം തിരിച്ചു വെച്ച ശേഷം 2 മിനിറ്റ് കുക്കർ അടച്ചു വെക്കണം. ആദ്യം 10 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ്, പിന്നെ 2 മിനിറ്റ് വീതം കുക്കർ അടച്ചു വെച്ച് പപ്സ് ഉണ്ടാക്കിയെടുക്കണം. വളരെ എളുപ്പമാണ് ഈ പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് മാവ് തന്നെ ഗോതമ്പ് മാവിലായാലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മൈദമാവ് വേണ്ടെങ്കിൽ ഗോതമ്പ് മാവിലായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവനിൽ വെച്ചതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഞാൻ മുറിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സാണ്, നല്ല ലെയറും ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.